പമ്പയിലെ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നാരോപിച്ച് ശബരിമല തീർത്ഥാടകർ രംഗത്തെത്തി. സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തും വരെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തീർത്ഥാടകരോട് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ശബരിമല തീർത്ഥാടനത്തിനെത്തുന്നവർ പമ്പ മുതൽ സന്നിധാനം വരെ വിവിധ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നതിനിടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ ആരോപണമുയരുന്നത്. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൌസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാണ് തീർത്ഥാടകരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടതെന്ന് തീർത്ഥാടകർ പറയുന്നു. ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് 1000 രൂപ കൊടുത്താൽ ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആർക്കാണ് 1000 എന്താണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു. നിങ്ങൾ പൊക്കോ, ഇവിടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ റെക്കമെൻഡുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവരൊരു ഫയൽ എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ കിടക്കുന്നതൊക്കെ റെക്കമെൻഡേഷൻ ആണോ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞ് നിങ്ങൾ വേഗം ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവിടുന്ന് പോരുകയും ചെയ്തു. പാർക്കിംഗ് ഇനത്തിൽ തീർത്ഥാടകരിൽ നിന്ന് ഉദ്യോഗസ്ഥർ ദിവസവും 10,000-കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നു എന്നാണ് തീർത്ഥാടകരുടെ ആരോപണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ രാത്രിയുടെ മറവിൽ നടക്കുന്ന ഈ പിടിച്ചുപറിക്കെതിരെ രേഖാമൂലം പരാതി നൽകാൻ തീർത്ഥാടകർ മടിക്കുകയാണ്. റിപ്പോർട്ടർ, സന്നിധാനം.